ഈശോയിൽ എത്രയും പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ആരാധനാ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ ഇടങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും വ്യത്യസ്ത ഭവനങ്ങളിലുമായിരുന്നു കൊണ്ട് ഈ ആശ്രമത്തിൻ്റെ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ ഈ നിമിഷത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ഒരു പുതിയ പെന്തക്കോസ്ത് നമ്മളുടെ ജീവിതത്തിലുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് ഒരുപക്ഷെ നമ്മളല്ലായിരിക്കും, എങ്കിലും അകലെ നിന്നാണെങ്കിലും ആത്മാവിൽ അവിടത്തെ കണ്ടുകൊണ്ട്, ആത്മാവിൽ അവിടത്തോട് അലിഞ്ഞു ചേർന്നുകൊണ്ട് നമുക്കവിടത്തെ പൂർണ്ണമായി നമ്മളുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ ദിവ്യകാരുണ്യനാഥൻ ഈ അൾത്താരയിൽ എഴുന്നള്ളി വരുമ്പോൾ അവിടുത്തെ സ്തുതിക്കാനും ആരാധിക്കാനുമുള്ള യോഗ്യത പോലും നമുക്ക് ഇല്ല എന്ന് നമുക്ക് ഓർക്കാം. എങ്കിലും അവിടുത്തെ ആരാധിക്കുവാൻ ഈ സായാഹ്നത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു. അതിനായി നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി വിളിക്കുന്നു. അതിനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ ഈ ഓൺലൈൻ മീഡിയയിലൂടെ നമുക്ക് നമ്മളുടെ ഭവനങ്ങളിലേക്ക് വരെ എത്തിച്ചു തരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ മഹനീയമായ സ്നേഹത്തിന് ഈ കാലഘട്ടത്തിലും ഈ തിന്മ നിറഞ്ഞ മേഖലകളിലും നമ്മളെ തേടിയെത്തുന്ന ദൈവസ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിക്കാനുള്ള ഒന്നാം വായനയിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 16-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നടത്തുന്ന യാത്രകളെക്കുറിച്ച് പറയുകയാണ്. പൗലോസ്ലീഹ തിമോത്തിയോസിനെ പരിചയപ്പെടുന്നതും അവന് പരിച്ഛേദനം കൊടുക്കുന്നതും പിന്നീട് ഏഷ്യ മൈനറിൽ പ്രവർത്തിക്കേണ്ട, മറിച്ച് യൂറോപ്പിൻ്റേതായ ഇടങ്ങളിലേക്ക് വചനം പറയാനായിട്ട് പോവുക എന്ന് പരിശുദ്ധാത്മ പ്രേരണ ലഭിക്കുന്നതും പിന്നീട് അദ്ദേഹം അവിടെയെല്ലാം ഓടി നടന്ന് ദൈവവചനം പ്രസംഗിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ദർശനങ്ങളിലൂടെയും അതുപോലെ തന്നെ ദൈവാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകളുമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളിലും പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നിടത്താണ് അദ്ദേഹം വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെയാണ് അദ്ദേഹം വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, നിശ്ചയിച്ചിരിക്കുന്നത് പോലെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നിവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊരു വലിയ മാതൃകയാണ്. എങ്ങനെ നമ്മൾ ജീവിക്കണം, നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും, നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ എങ്ങനെ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്ന വചനഭാഗമാണിത്. ഓരോ കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഉൾവിളി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. പ്രാർത്ഥനയുടെ നിറവിൽ, പ്രാർത്ഥനയുടെ തികവിൽ നമ്മളായിരിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദർശനങ്ങളിലൂടെയും വരദാന ഫലങ്ങളുടെ ഉപയോഗങ്ങളിലൂടെയും നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത മാതൃക വഴിയായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ശനിയാഴ്ച ദിവസമാണല്ലോ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം, പ്രത്യേക മാധ്യസ്ഥ്യമുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും യോഹന്നാൻ 2:1 യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന വചനത്തിന് അഭിഷേകം അയച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിനെ അറിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ 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 ഹാലലുയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാരെ നയിച്ച പരിശുദ്ധാത്മാവേ,
വിശുദ്ധ പൗലോസ്ലീഹയെ നയിച്ച പരിശുദ്ധാത്മാവെ, പൗലോസിൻ്റെ ഓരോ കാര്യങ്ങളിൽ, പൗലോസ്ലീഹയുടെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തെ നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദർശനങ്ങളുടെയും വെളിപാടുകളുടെയും അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന്, പവിത്രീകരിക്കണം, നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. അളിലി 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 അളിലി. ഓ ഈശോ, ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്താൽ, സഹായത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് അനുഭവിക്കാൻ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അനുഭവിക്കാൻ ഓ ഈശോ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 2:1 യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇടങ്ങളിലേക്ക് അയക്കണം. ഞങ്ങളുടെ ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, ഓർമ്മയിൽ, ബോധമനസ്സിൽ, അബോധമനസ്സിൽ, സമസ്ത മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുവാൻ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ, ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ഉറങ്ങുന്ന മുറികളിൽ, ഉറങ്ങുന്ന കിടക്കകളിൽ എല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സഹായം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. സഹായകനായ പരിശുദ്ധാത്മാവിനെ പ്രീതികരമായ ജീവിതം നയിക്കുവാൻ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റിന് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള മക്കളായി മാറുവാൻ പരിശുദ്ധ അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത്. ആ വിധം പരിശുദ്ധ അമ്മയിൽ ശക്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ശാന്തമായി സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മളുടെ കുടുംബത്തിലെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, തിരുസഭയ്ക്ക് വേണ്ടി നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും അശുദ്ധിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ശുദ്ധതയിലേക്ക് വരുവാൻ, അഹങ്കാരമെല്ലാം നീങ്ങിപ്പോകുവാൻ, പൈശാചിക സ്വഭാവങ്ങളെല്ലാം മനുഷ്യരിൽ നിന്ന് മാറി എല്ലാവരും ദൈവീക പ്രകൃതിയുള്ളവരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയമുള്ളവരെ, ഈ സായാഹ്നത്തെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചതിന്, ദിവ്യകാരുണ്യ ആരാധന നടത്താനായിട്ട് സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നാളെ സന്ധ്യയിൽ വീണ്ടും കാണുന്നതുവരെ നമ്മളെല്ലാവരെയും പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാവരും ഈ ശനിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകമായ കൃപാവരങ്ങളോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.